വരുന്ന പേഷ്യൻസ് മുഴുവൻ പറയുന്ന ഒരു കാര്യമാണ്, എത്ര നോൺ വെജ് മാറ്റിയിട്ടും യൂറിക് ആസിഡ് കുറയുന്നില്ല, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടിയെന്ന് കണ്ടപ്പോൾ തന്നെ നോൺ വെജ്, ചിക്കൻ, ബീഫ്, പോർക്ക്, അതുപോലെ മുട്ട, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചു, എന്നിട്ടും ഒരു രക്ഷയില്ല, യൂറിക് ആസിഡ് ഒട്ടും കുറയുന്നില്ല എന്നുള്ളത്. ശരിക്കും ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നോൺ വെജ് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോൺ വെജ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കുറയുന്ന ഒരു സാധനമല്ല യൂറിക് ആസിഡ്. അതായത് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഇത് അടങ്ങിയിട്ടുള്ള ഏത് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഇതിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ദഹനമൊക്കെ നടന്ന് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ യൂറിക് ആസിഡ്. അപ്പൊ പ്യൂരിൻ അടങ്ങിയ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ യൂറിക് ആസിഡ് കൂടും. ഈ പ്യൂരിൻ ഉള്ളത് നോൺ വെജ് അല്ലെങ്കിൽ ചിക്കൻ, ബീഫ്, പോർക്ക് ഇങ്ങനെയുള്ള നോൺ വെജിൽ മാത്രമല്ല, നമ്മുടെ ഇലക്കറികളില് ചീര, അതുപോലെ കാഷ്യൂ, മുരിങ്ങയുടെ ഇല, ഇങ്ങനത്തെ പച്ചക്കറികളിലും ധാരാളമായിട്ട് പ്യൂരിൻ അടങ്ങിയ വസ്തുക്കളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, നോൺ വെജ് എല്ലാം മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഈ ചീര, മുരിങ്ങ, അതുപോലെ ഇലവർഗ്ഗങ്ങൾ, ബാക്കി പച്ചക്കറികൾ മാത്രമാക്കുമ്പോഴും ഈ പ്യൂരിൻ ഉണ്ടാവുകയും ഇത് യൂറിക് ആസിഡ് കൂടാനായിട്ടും കാരണമാവുന്നുണ്ട്. അപ്പൊ നോൺ വെജിൽ നിന്ന് മാത്രമല്ല നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നത്. അതുകൊണ്ട് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ഈ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.